ഒരു ക്ലയന്റിന്റെ കല്യാണമുണ്ട്. അതും ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഓരോരോ ഫാമിലിക്ക് വേണ്ടിയിട്ട് റിസോർട്ടിലെ ഓരോരോ റൂംസ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ശ്രുതിയും കൂടി കൂടെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ശ്രുതിയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് ശ്രുതി പറയുന്ന സമയത്ത് തനിക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്നും കടയിൽ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ നിർബന്ധപ്രകാരം താൻ വരാ എന്നുള്ള കാര്യം സമ്മതിക്കുകയാണ്. കട തൽക്കാലം ഒരു ദിവസത്തേക്ക് സ്റ്റാഫ് നോക്കട്ടെ എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും തനിച്ച് ഒരു ദിവസം പുറത്ത് താമസിക്കാൻ കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. അത് ഓക്കെ പറയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ ഇവരുടെ സംസാരത്തിന്റെ ഇടയിലാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അതൊരു ക്ലയന്റ് ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. 5 ഫ്രിഡ്ജ്, അതുപോലെ 5 വാഷിംഗ് മെഷീൻ, 5 TV, അതുപോലെ തന്നെ 5 AC. ഈ ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. നിങ്ങളുടെ കടയിലേക്ക് നാളെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാവോ എന്നുള്ള കാര്യമൊക്കെ അവർ ചോദിക്കുമ്പോൾ ഉണ്ടാവും സർ, നിങ്ങൾ വന്നോളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ശ്രുതി ഫോൺ വെക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ശ്രുതിയുടെ അടുത്ത് പറയാണ്. അപ്രോക്സിമേറ്റ്ലി 4 ലക്ഷം രൂപയോളം വരുന്ന കച്ചവടമാണ്. ഇതൊരിക്കലും സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇത്തവണ താൻ തനിച്ച് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും നമ്മുടെ കട തുടങ്ങിയിട്ട് ആദ്യമായിട്ടല്ലേ ഇത്രയും വലിയൊരു ബിസിനസ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞാൻ തനിച്ച് പോയിക്കോളാം എന്നുള്ള കാര്യം ശ്രുതിയും ഓക്കെ പറയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം കടയിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നുണ്ട്. ഇവരെ കണ്ട ഉടനെ തന്നെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയും ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ വൈഫ് മൊത്തം ഞാനൊരു കല്യാണത്തിന് പോകണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ ഓർഡർ ഉള്ളത് കൊണ്ട് അത് മറ്റാരെയും ഏൽപ്പിച്ചിട്ട് പോകണ്ട, ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് സർ ഞാൻ പോകാണ്ടിരുന്ന എന്നുള്ള കാര്യം പറയുമ്പോൾ അവരും പറയുന്നുണ്ട് സന്തോഷം എന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഓക്കെ അല്ലേ, സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ട് സർ, സാറിന് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവർ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അതുപോലെ ടിവിയും AC-യും എല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം 5 എണ്ണം വീതമാണ്. അതും ഡിഫറെന്റ് ബ്രാൻഡ്സിലുള്ള സാധനങ്ങളാണ് ഓരോരോ ഐറ്റംസും എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് ജ്യൂസ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവർ സെലക്ട് ചെയ്ത സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണേ. അത് കാണുമ്പോൾ എന്ത് പറ്റി സർ, ഇവിടെ ഞങ്ങൾ ചോദിച്ച സ്റ്റോക്ക് ഇല്ലേ സാധനങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ല, ആദ്യമായിട്ട് കട തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു ബിസിനസ് നടക്കുകയാണ്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിപ്പോയി സർ. സാർ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആണെന്നുള്ള കാര്യം പറയുമ്പോൾ മറ്റു കളറുകളിൽ ഞങ്ങൾ പോയി ചോദിച്ച സമയത്ത് അവർക്ക് സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കടയിലേക്ക് വന്നത്. എന്തായാലും നിങ്ങൾ വലിയൊരു ബിസിനസ്മാൻ ആകും ഉടനെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ നന്നായിട്ട് ശ്രുതിയെ പൊക്കി അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് വരുന്നുണ്ട്. കൗണ്ടറിൽ ബില്ല് അടിക്കാൻ വേണ്ടി പോകുന്ന ശ്രുതിയുടെ അടുത്ത് അവർ പറയുന്നത് ഞങ്ങൾക്ക് ബില്ല് വേണ്ട എന്നുള്ള കാര്യമാണ്. അയ്യോ സർ, അതെങ്ങനെ ശരിയാവുന്നത്, നമ്മൾ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പാതി കാര്യങ്ങളൊന്നും ബില്ലിൽ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അത് ഇല്ലീഗൽ ആണെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ അളവിൽ പ്രോഫിറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എന്നാണ് ഈ ബിസിനസ് മെച്ചപ്പെട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കണക്കിൽ കാണിക്കാതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടും. സർ, അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും അവരാണെന്നുണ്ടെങ്കിൽ ശ്രുതി അങ്ങ് മയക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ശരി, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാധനങ്ങൾ വേറെ കടയിൽ നിന്ന് ബില്ലില്ലാതെ മേടിച്ചോളാം. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അയ്യോ സർ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്നും ബില്ലില്ലാതെ തന്നെ ഞാൻ സാധനങ്ങൾ ഡെലിവറി ചെയ്ത് തരാം. ഓക്കെ, ഇപ്പോഴാണ് നിങ്ങൾ കറക്റ്റ് ബിസിനസ്മാന്റെ മൈൻഡിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ശ്രുതിയെ നന്നായിട്ട് പൊക്കി അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 500 രൂപയുടെ 8 കെട്ടുകളാണ് കൊടുക്കുന്നത്, 4 ലക്ഷം രൂപ. അത് മേടിച്ചിട്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് 2 കണ്ണിന്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ തൊഴുന്നൊക്കെ ഉണ്ട്. ഇനി എന്ത് സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ കടയിൽ നിന്ന് തന്നെ മേടിക്കുള്ളൂ എന്നുള്ള കാര്യം അയാൾ പറയുമ്പോൾ വളരെ സന്തോഷം സർ. എന്തായാലും സാറിന് സാധനങ്ങൾ ഡെലിവറി ചെയ്യേണ്ടത് എവിടെയാണെന്ന് അഡ്രസ്സ് പറഞ്ഞാൽ മതി, ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് കൊണ്ടുവിട്ടോളാം കൊണ്ടു തന്നോളാം എന്ന് പറയുന്ന സമയത്ത് അയ്യോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നിങ്ങൾ ആ കാര്യത്തിലും ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സർ, അങ്ങനെയാണെങ്കിൽ വരൂ, ഞാൻ തന്നെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി തന്നെ അവർക്ക് സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി കൊടുക്കുകയാണ്. അവര് സാധനങ്ങളുമായിട്ട് കടയിൽ നിന്ന് പോകുന്നുണ്ട്. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവർ പോയ ഉടനെ തന്നെ ഈ സന്തോഷ വാർത്ത ശ്രുതിയെ വിളിച്ചിട്ട് അറിയിക്കുകയാണ് ശ്രുതി. ഫോൺ എടുത്ത ഉടനെ തന്നെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ആ കസ്റ്റമർ വരാതിരിക്കോ എന്നുള്ള കാര്യം, എന്നാൽ അവർ വരികയും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിച്ചോണ്ട് പോയി എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. നമുക്ക് ടേബിൾ പ്രോഫിറ്റ് ആയിട്ട് 1 ലാക്ക് കിട്ടി എന്നുള്ള കാര്യം പറയാണ്. എന്തായാലും ശ്രുതി, നിന്റെ കൂടെ
ഇന്ന് വരാൻ വേണ്ടി പറ്റിയില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി തനിച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചതല്ലേ, അത് നടന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, എന്തായാലും നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് പിന്നെ പോവാ എന്ന് പറയുമ്പോൾ ഇത്തവണ നിന്റെ കൂടെ വരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഒരു 2 ദിവസത്തേക്ക് ഒരു ഗോവൻ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യാം, 1 lakh നമുക്ക് പ്രോഫിറ്റ് വന്നല്ലോ എന്നൊക്കെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ പണം വന്നെന്ന് കരുതിയിട്ട് ഉടനെ തന്നെ അത് നമ്മൾ ചെലവാക്കി കളയാൻ വേണ്ടി പാടില്ല, ഫ്യൂച്ചറിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കുക എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. ഇന്ന് തന്നെ നീ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. ഇവിടെ തനിച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് ഇന്ന് ഈവനിങ് തന്നെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ ശ്രുതി ഫോണിലൂടെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് രണ്ടുപേര് വീണ്ടും കടയിലേക്ക് കയറി വരുന്നത്. അവരെ കാണുന്നതും ശ്രുതി വേറെ കസ്റ്റമർ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. അവർ വന്ന ഉടനെ തന്നെ ഈ കടയുടെ ഓണർ ആരാ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സർ ഞാൻ തന്നെയാണ്, നിങ്ങൾ എന്ത് സാധനം മേടിക്കാൻ വേണ്ടി വന്നാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ കസ്റ്റമർ വന്നിട്ട് സാധനം മേടിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. സർ കടയാവുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് സാധനം മേടിക്കുക തന്നെ ചെയ്യില്ലേ, ഇപ്പൊ തന്നെ ഒരു ബൾക്ക് ഓർഡർ പോയതേ ഉള്ളൂ, അവർ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചെന്നുള്ള കാര്യം ആ വന്നിരിക്കുന്ന ക്ലയന്റ് ചോദിക്കുമ്പോൾ 5 വാഷിംഗ് മെഷീൻ, 5 TV, അതുപോലെ 5 AC അങ്ങനെ പറയുന്നുണ്ടേ. 32 ഇഞ്ചില് 5 TV എല്ലാം അവർ മേടിച്ചോണ്ട് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ എത്ര കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവരെ അറിയുന്ന ആളാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. നിങ്ങളും സർ ബൾക്കായിട്ട് മേടിക്കാൻ വേണ്ടി വന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ മേടിക്കാം, ആ വന്ന കസ്റ്റമർ ക്യാഷ് ആയിട്ടാണോ പേയ്മെന്റ് ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി അതെ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്, ആദ്യം നിങ്ങൾ ആ ക്യാഷ് എടുക്കൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിച്ചു തരാം എന്ന് പറയാണേ. സർ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം അറിയാതെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അവര് ഇട്ടിരിക്കുന്ന ID കാർഡിലെ ടാഗ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണേ. വി ആർ ഫ്രം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന്. അത് കേട്ട ഉടനെ തന്നെ ID കാർഡിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട് ശ്രുതി. വിജിലൻസ് ആണെന്നുള്ള കാര്യം അറിയുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറയ്ക്കാണ്. എന്നിട്ട് അവർ പറഞ്ഞതുപോലെ ആ പണം എടുത്തിട്ട് അവരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പണം എടുത്തു വെച്ചതിന് ശേഷം ബില്ലെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സർ ബില്ല് ഇല്ല എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ഓഹോ അപ്പൊ ഇത് ബ്ലാക്ക് മണി ആണല്ലേ. സാർ അങ്ങനെയല്ല, കസ്റ്റമർ ബില്ല് വേണ്ട എന്നുള്ള കാര്യം കമ്പൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ബില്ല് കൊടുക്കാണ്ടിരുന്നെന്നുള്ള കാര്യം പറയാനേ. കസ്റ്റമർ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങൾ ഉടനെ അങ്ങനെ തന്നെ ചെയ്യുമോ? നിങ്ങളെപ്പോലത്തെ ആളുകൾ കാരണമാണ് ഈ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നൊക്കെ പറയാണേ. സർ എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയില്ല, ഞാൻ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അവരുടെ മുമ്പിൽ കെഞ്ചിന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കെമിക്കലൊക്കെ എടുത്ത് നോട്ടിന്റെ മേലെ പുരട്ടുന്നുണ്ട്. അപ്പോഴേക്കും ആ നോട്ടിന്റെ കളർ മാറുവാണ്. അങ്ങനെ ഇത് കള്ള നോട്ടാണെന്നുള്ള കാര്യം ശ്രുതിയെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് അവര്. നിങ്ങൾ ബ്ലാക്ക് മണി ആണെന്ന് പറഞ്ഞിട്ട് കള്ളനോട്ടുകളാണ് കയ്യിൽ മേടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അയ്യോ സർ എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ സാധനങ്ങൾ അവർ കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയുമ്പോൾ ബില്ലടിക്കാതെ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു ഈ ഗ്യാങ്ങിനെ ഞങ്ങൾ കുറെ നാളായിട്ട് തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. സർ പുതിയതായിട്ട് ബിസിനസ് ആരംഭിച്ചുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പണമൊക്കെ കൊടുത്തു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളെ കടയിൽ നിന്ന് സാധനങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാരെ വഴിയിൽ വെച്ച് പിടിക്കുകയും അവരെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു റിട്ടൺ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കുകയാണ് ശ്രുതിയെ. അവരാണ് പറഞ്ഞത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയ എന്നുള്ള കാര്യം, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പണം അവരെടുത്തിട്ട് അവരുടെ ബാഗിലേക്ക് വെക്കുന്നത് കാണുമ്പോൾ സർ എന്റെ പണം എന്ന് പറയുന്നുണ്ട്. ഈ കള്ളനോട്ടുകൾ വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? പിന്നെ നിങ്ങളെ വന്നിട്ട് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അയ്യോ സർ വേണ്ട, നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളൂ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. എനിക്ക് എന്റെ സാധനങ്ങൾ കിട്ടിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളുമായിട്ട് പോകാം. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് ആ പണവുമായിട്ട് രണ്ടുപേരും അവിടുന്ന് പോവാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം വന്ന കസ്റ്റമേഴ്സ് ഫ്രോഡ് ആയിരുന്നോ, ഞാനാണെങ്കിൽ ബില്ലടിക്കാതെ സാധനം കൊടുത്തു, ശ്രുതിയെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബിൽഡപ്പും കൊടുത്തു, അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്റെ സാധനങ്ങൾ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ശ്രുതി പോലീസ് സ്റ്റേഷനിലേക്ക് വേഗം തന്നെ പോകാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ അതിനു മുമ്പായിട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ബില്ലടിക്കാതെ ആർക്കും സാധനം കൊടുക്കരുത് എന്നുള്ള കാര്യം കേട്ടോ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് പറയാണേ. ഇൻസ്പെക്ടർ സാർ, അങ്ങനെ ഞാനോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഇൻസ്പെക്ടർ അരികിലേക്ക് വിളിക്കുന്നുണ്ട്. സർ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ് എൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊന്നും ചിന്തിക്കുന്നുണ്ടേ. സർ എൻ്റെ സാധനങ്ങൾക്കൊന്നും ഡാമേജ് ആയിട്ടില്ലല്ലോ, എൻ്റെ TV വാഷിംഗ് മെഷീൻ സാധനങ്ങളൊന്നും ഒരു കുഴപ്പമില്ലാതെ ഇല്ല ഇവിടെ സാർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ ഷോറൂം ആണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. സർ ഞാനാണ് ഷോറൂം വെച്ച് നടത്തുന്നത്, ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്ന് പറയുന്നത്. സർ അവിടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഏകദേശം 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ആളുകൾ വന്നു 2 പേര്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വിജിലൻസ് എന്നാണ് പറഞ്ഞിട്ട് 2 പേര്
വന്നു എന്നുള്ള കാര്യം പറയുകയാണെ. അപ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട്, നീ നിർത്ത്, അടുത്ത് എന്താ നടന്നെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വിജിലൻസിൽ നിന്നാണെന്ന് പറഞ്ഞു വന്ന ആൾക്കാർ ആ സാധനങ്ങൾ മേടിച്ചു പോയ ആൾക്കാരെ കുറിച്ചിട്ട് അന്വേഷിച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവർ ചോദിച്ച കാര്യങ്ങള് അവര് ക്യാഷ് ആയിട്ടാണോ പേയ്മെന്റ് ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സാർ, അതിൽ നിന്നാണ് എനിക്ക് ഫേക്ക് നോട്ടാണ് അവർ തന്നതെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ നിന്റെ അടുത്ത് നിന്ന് ആ കാശുകളെല്ലാം അവർ മേടിച്ചിട്ടുണ്ടാവും അല്ലേ? പോലീസ് സ്റ്റേഷനിൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പണം കള്ളപ്പണമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയില്ലേ? സാറെല്ലാം കറക്റ്റ് ആയിട്ടാണല്ലോ പറയുന്നത്, ഇതാണോ പ്രൊസീജിയർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മണ്ണാങ്കട്ട, ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ 5 കടയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഈ വിജിലൻസ് ആണെന്നുള്ള കാര്യം പറഞ്ഞ ആൾക്കാരും വന്നതും ഫ്രോഡ് ആണെന്നുള്ള കാര്യം ശ്രുതിയെ അറിയിക്കാനായിട്ട് പോലീസ്. സാധനം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അതേ ടീമിലുള്ള ആളുകൾ തന്നെയാണ് ഇതും. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നുള്ള കാര്യം ഭയങ്കര ടെൻഷനായിട്ട് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഇത് ഒരു ഗ്യാങ് ആണ്. അവര് ഈ സിറ്റിക്കകത്ത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് ID കാർഡൊക്കെ കാണിച്ചു എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ID കാർഡ് കാണിച്ച ഉടനെ തന്നെ നിങ്ങൾ അത് വിശ്വസിക്കുമോ? ഇപ്പോഴത്തെ കാലത്ത് ഫേക്ക് ID കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ കാര്യമാണോ? ഇതുപോലും ചിന്തിക്കാതെ നിങ്ങൾ സാധനവും അതുപോലെ തന്നെ പണവും കൊടുത്തു വിട്ടില്ലേ? സർ, അവരെന്ത് സ്ട്രിക്റ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചെന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് വരുന്നത് എന്ന അർത്ഥമുണ്ടോ? താൻ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 4 ഡിഗ്രി പഠിച്ചു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ അറിവ് വെച്ചിട്ടാണോ നീ 4 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്? അപ്പോൾ സർ, എൻ്റെ സാധനങ്ങൾ തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ സമയത്തിനകം തന്നെ അവർ സാധനങ്ങളൊക്കെ വിട്ടിട്ടുണ്ടാകും. ഇത്രയും സാധനങ്ങൾ മേടിക്കുന്ന ആളുടെ ID കാർഡ്, ആധാർ കാർഡ് എന്തെങ്കിലും ഒന്ന് മേടിച്ചു വെക്കണം എന്നുള്ള കാര്യം തനിക്കറിയില്ല. അത് മേടിച്ചു വെച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല സാർ എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ബില്ല് അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പോലീസുകാരൻ അറിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയെ നന്നായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. കണക്കിൽ കാട്ടാത്ത പണമാണെന്നുള്ള കാര്യം അവര് തന്നത്, അതുപോലെ തന്നെ നീ ആണെങ്കിൽ അത് മേടിച്ചു വെക്കുകയും ചെയ്തു. സാർ, ഞാൻ പുതിയതായിട്ട് ബിസിനസ് ആരംഭിച്ചത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ ലൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടെന്ന് പറയുമ്പോൾ എന്ന് കരുതിയിട്ട് നീ കള്ളപ്പണം മേടിച്ചു വെക്കോ? ആദ്യം നിന്നെ പോലത്തെ ആളുകളെയാണ് പിടിച്ച് ഉള്ളിലിടേണ്ടത് എന്നുള്ള കാര്യം പോലീസുകാരൻ പറയുന്നുണ്ട്. ബില്ല് കൊടുക്കാതെ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സിന്റെ പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലേ? അപ്പോൾ ടാക്സ് പറ്റിച്ചിട്ട് സാധനങ്ങൾ വിൽക്കാനാണോ നീ കരുതിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ സർ, എനിക്കിതൊന്നും അറിയില്ല. പിന്നെ നീ എന്ത് 4 ഡിഗ്രിയാണ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത്? ഇതുപോലെ ചീറ്റിംഗ് കേസിൽ അധികമായിട്ടും നിന്നെ പോലത്തെ ആൾക്കാർ തന്നെയാണ് വരുന്നത്. ഒന്നെങ്കിൽ പഠിച്ചവരെ അവരെ കബളിപ്പിക്കും, അല്ലെങ്കിൽ പഠിച്ചവരെ ഇവർ കബളിപ്പിക്കും. സർ, എങ്ങനെയെങ്കിലും എൻ്റെ സാധനങ്ങൾ എനിക്ക് തിരിച്ച് കിട്ടണം. ഞാൻ പുതിയതായിട്ട് കട ആരംഭിച്ചതേ ഉള്ളൂ. ഡീലേഴ്സിന് എനിക്ക് പണം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞങ്ങളെന്താ അവരെ ഞങ്ങളുടെ കൂടെ വെച്ചിട്ടാണോ നടത്തുന്നത്? താൻ പറയുന്ന സമയത്ത് സാധനങ്ങൾ തിരിച്ചെടുത്ത് തരാൻ വേണ്ടിയിട്ട് എന്തായാലും താനൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോലീസുകാരും കൈയൊഴിയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതി ആകെ തകർന്ന അവസ്ഥയിലാവാണ്. ശ്രുതി ചെന്നിട്ട് ഈ കാര്യം മറ്റാരോടും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് മാത്രമല്ല 4 ലക്ഷം രൂപ ഉടനെ തന്നെ ശ്രുതിക്ക് വേണം. അതിനു വേണ്ടിയിട്ട് അമ്മയുടെ കാല് പിടിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും തമ്മിൽ വലിയ പ്രശ്നമൊക്കെ ആവുന്നുണ്ട്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേ.